തുടങ്ങാലോ സർ? ഗുഡ് മോർണിംഗ്. ഓക്കെ. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഞാൻ സുമി ജലീൽ, മലപ്പുറം ജില്ലയിലെ മമ്പാടാണ് എൻ്റെ സ്വദേശം. കുറച്ച് ദിവസങ്ങളായി ഞാൻ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വീണ്ടും നിങ്ങളോട് കൂടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് നിങ്ങളെല്ലാവരും കണ്ടതാണ്, അതിൻ്റെ ആ ഒരു ഹെഡിങ് കണ്ടതാണ്, ഗോൾ സെറ്റിംഗ്. എന്താണ് ഈ ഗോൾ സെറ്റിംഗ്? ഗോൾ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? ഒരു ലക്ഷ്യം, അല്ലെ? നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് ആദ്യമായി നിങ്ങളോട് ചോദിക്കാനുള്ളതും അത് തന്നെയാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ലക്ഷ്യം? നമ്മുടെ ജീവിതത്തിന്, എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടോ? ചിന്തിക്കാൻ എല്ലാവരും. ആശയക്കുഴപ്പത്തിലായോ? എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പർപ്പസ് ഇല്ലാതെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ജീവിതത്തിൽ ഇല്ലാതെ ആരെങ്കിലും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഓരോ സൃഷ്ടിയുടെ പിന്നിലും എന്തെങ്കിലുമൊക്കെ ഒരു പർപ്പസ് നമ്മളെ പടച്ച സൃഷ്ടാവ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആരും എന്തായിട്ടില്ല, അത് തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെ ആ ഒരു ഒഴുക്കിൽ അങ്ങനെ ഒഴുകി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിവ് എന്താണെന്നോ അത് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നോ എന്നുള്ളതൊന്നും നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. ചുരുക്കം ചിലരല്ലാതെ ബാക്കി എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിൽ അധികവും സാധാരണക്കാരായ വീട്ടമ്മമാരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മളെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമ്മളെ മാരേജ് കഴിഞ്ഞു, മക്കളായി, അങ്ങനെ അവരോടൊപ്പം അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല എന്താണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ ഈ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ഞാനോ നിങ്ങളോ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ടോ? എൻ്റെ ലക്ഷ്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? ആകെ കുഴഞ്ഞു. ലക്ഷ്യം എന്ത്? ഇപ്പത്തെ മറ്റൊരു ചോദ്യം, എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? അപ്പൊ ഈ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒന്നല്ലേ? ഇത് രണ്ടും ലിങ്കാണോ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയി ഇപ്പൊ നമ്മുടെ മനസ്സിൽ. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളാണോ? ആണോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളാണോ? അല്ല. എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളാവാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാല്, ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അനന്തമായി കിടക്കുകയാണ്. ഒരു മനുഷ്യൻ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് നല്ലൊരു വീട് വെക്കണം, മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം, ഒരു വണ്ടി വാങ്ങണം, അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ആ ആഗ്രഹങ്ങൾക്ക് ഒരവസാനമില്ല. നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ഗോൾ എന്ന് വെച്ചാൽ എന്താണ്? ആ ഗോളിന് ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും. നമ്മൾ അടുത്ത 5 വർഷം കൊണ്ട്, അല്ലെങ്കിൽ അടുത്ത 6 വർഷം കൊണ്ട് ഞാൻ എന്താവും, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള വ്യക്തമായ ഒരു ഡെഡ് ലൈൻ വെച്ച് കഴിഞ്ഞാൽ ആ ആഗ്രഹം എന്തായി മാറും? നമ്മുടെ ഗോളായി മാറും. അപ്പൊ നമ്മൾ ആ ഗോളിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്തു, അടുത്ത 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇന്ന ലെവലിൽ എത്തും എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഴയ പടിയായാൽ നമുക്ക് എന്തായി? ആ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു വീട്, നമ്മുടെ ഒരു സ്വപ്നം, നമ്മുടെ ഒരു ആഗ്രഹം ആണ്, ഓരോരുത്തരുടെയും ആഗ്രഹമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത്. ആ ഒരു ആഗ്രഹം നമുക്ക് മനസ്സിൽ വന്നു. നമ്മുടെ ആ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ വീട് സ്വപ്നം കണ്ടിരുന്ന നമുക്ക് വീടാകുമോ? ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലൊരു ആഗ്രഹം വെക്കും, എനിക്ക് 5 വർഷം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വീടാവണം. ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വർഷം, അതായത് 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ഈ വർഷം തന്നെ നമ്മൾ പ്ലാനിങ് തുടങ്ങുകയാണ്.
നമ്മൾ ആദ്യം സ്ഥലം കണ്ടെത്തണം. എന്നിട്ട് ആ സ്ഥലത്തിന് അനുയോജ്യമായ രൂപത്തിൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഭവനത്തിന്റെ ഒരു മാപ്പ് നമ്മൾ തയ്യാറാക്കണം. എന്നിട്ട് നമ്മൾ ഒരു എഞ്ചിനീയറെ സമീപിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അതിന് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി നമ്മൾ നല്ലൊരു പ്ലാൻ തയ്യാറാക്കും. ആ പ്ലാൻ വെച്ച് നമ്മളത് ഓരോ ഘട്ടങ്ങളായിട്ട് ഫൗണ്ടേഷൻ തൊട്ട് ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ ആദ്യത്തെ ഒരു വർഷത്തിൽ നമ്മൾ അത് തറയാക്കും. പിന്നത്തെ ഒരു വർഷത്തിൽ നമ്മൾ അതിന്റെ മേലേക്ക്, പിന്നെ അങ്ങനെ അതിന്റെ സ്ട്രക്ചർ, അതിന്റെ പ്ലാസ്റ്ററിങ്, അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഒരു 6 വർഷം കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ ആ സ്വപ്ന ഭവനം അത് എങ്ങനെയാണ് ലഭിച്ചത്? നമ്മൾ നല്ല ഒരു ഗോളാണ് നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചത്. എനിക്ക് നല്ലൊരു വീട് വേണം. ആ ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് 6 വർഷം കഴിഞ്ഞാൽ എനിക്ക് എന്റെ പുതിയ വീട്ടിലേക്ക് താമസിക്കണം എന്ന ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ 5ാമത്തെ വർഷം അതെന്താവും, 4ാമത്തെ വർഷം അതെന്താവും, 3ാമത്തെ വർഷം അതെന്താവും, 2ാമത്തെ വർഷം അതെന്താവും, ഈ ഫസ്റ്റ് ഘട്ടത്തിൽ അത് എന്താവണം എന്നുള്ളത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ. നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് സ്ത്രീകൾ ഇന്ന് അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പം 35, 40, 50 വയസ്സായി, ഇനി എന്ത് ഗോൾ സെറ്റ് ചെയ്യാനാണ്? ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് കഥകളുണ്ട്. കാരണം നമ്മൾക്ക് വേണം എന്ന് കരുതിയാൽ ആരും കഴിവില്ലാത്തവരല്ല. പക്ഷെ നമ്മൾ ആരും എന്തായിട്ടില്ല, നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ കഴിവ് എന്താണ്, ആ കഴിവനുസരിച്ച് എനിക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ ഒക്കെ ഉള്ളിൽ എന്താ ഉള്ളത്? ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഇത്ര പ്രായമായി, ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് തള്ളി നീക്കാം എന്നുള്ളൊരു ചിന്തയാണ് മിക്ക സ്ത്രീകൾക്കും ഉള്ളത്. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഗോൾ വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? പേപ്പർ എടുക്കുക. പേപ്പർ നമ്മൾ അങ്ങനെ എഴുതുക. എഴുതാനുണ്ടാവും. ചില ആളുകൾക്കൊക്കെ പറയാൻ ആഗ്രഹങ്ങൾ പോലും ഉണ്ടാവും. കാരണം മറ്റുള്ളവർ കേട്ടാൽ നമ്മളോട് പറയും, എന്തൊരാഗ്രഹം അതൊക്കെ നടക്കാനുള്ളതാണോ എന്ന് പറയുന്ന ആഗ്രഹങ്ങൾ പോലും ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ അത് എഴുതിക്കോ. ആരും കടന്നു പോകുന്നില്ല. ഒരു വെള്ള പേപ്പർ എടുത്ത് തുടങ്ങുമ്പോ തന്നെ നമുക്ക് ഒരാഗ്രഹവും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് തോന്നും, എന്താപ്പത്, എനിക്ക് ഒരാഗ്രഹവും ഇല്ല. പക്ഷെ നിങ്ങൾ കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് എഴുതി, ആ പേപ്പറിലൊന്നും സ്ഥലം മതിയാവൂല. അത്രമാത്രം ആഗ്രഹങ്ങളാണ് ഒരു മനുഷ്യനുള്ളത്. ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഒരു പേപ്പർ നിറച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ അതൊന്നും ഇങ്ങനെ എടുത്ത് നോക്കുക. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും ഇതിൽ എന്തൊക്കെ നടക്കും. ചിലത് നമുക്ക് തന്നെ ചിരി വരും. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, നടക്കാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ ചില ആഗ്രഹങ്ങൾ ടൈം കൺസ്യൂമർ ചെയ്യണൊക്കെ സമയമൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് അതിന് ഒഴിവാക്കാം. ജസ്റ്റ് നമ്മൾ ആ ആഗ്രഹങ്ങളെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആഗ്രഹങ്ങളെ നോക്കി നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു പേപ്പറിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്നിച്ച് എഴുതി വെച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ അതെന്ത് ചെയ്തു? നമ്മളതൊന്ന് ഫിൽട്ടർ ചെയ്തു. നമ്മൾ തന്നെ സ്വയം നമ്മൾ തന്നെ നോക്കി, നമ്മൾ തന്നെ വായിച്ച് ഇതിൽ എനിക്ക് പിന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്കത് വിജയിക്കാൻ കഴിയും, എനിക്ക് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും എന്ന് തോന്നുന്ന കുറച്ച് ആഗ്രഹങ്ങൾ ഫിൽട്ടർ ചെയ്ത് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്കിൽസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, എന്ത് കഴിവാണ് ഇപ്പൊ എനിക്കുള്ളത്? എനിക്ക് കഴിവില്ല. അങ്ങനെയോ നമുക്ക് ഫസ്റ്റ് തോന്നുക, എന്തിനാ ഇപ്പൊ എനിക്ക് കഴിയാം? ഞാൻ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് സ്ത്രീകൾ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇപ്പോഴൊന്നും ഒരു കഴിവില്ല. ചെറുപ്പത്തിൽ ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. ഞാൻ നന്നായിട്ട് 7ാം ക്ലാസ് വരെ ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ തന്നെയല്ലേ ഈ ഞാൻ? അല്ലേ? നമ്മളൊരു 13, 14 വയസ്സിലുണ്ടായിരുന്ന നമ്മൾ തന്നെയാണ് ഇപ്പോൾ ഈ 40ലും 45ലും 50ലും വന്ന് നിൽക്കുന്നത്. നമുക്ക് വല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ ഉള്ളിലെ കഴിവുകൾക്കോ സ്കില്ലിനോ ഒന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്താണ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയപ്പോൾ നമ്മൾ ആ സ്കിൽസിനെ എല്ലാം ഉള്ളിൽ അവിടെ ഉറക്കിക്കിടത്തി നല്ല ഒരു സേഫ് സോണിൽ നമ്മൾ അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാണ്. നമ്മളെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ സ്കിൽസ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ചെറുപ്പകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു പോവുക. ചെറുപ്പത്തിൽ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് അതല്ലെങ്കിൽ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ട് നമ്മളൊന്നിങ്ങനെ ചിന്തിച്ചു വരിക. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും, അന്ന് ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ,
അന്ന് ഞാൻ നല്ല ഉഷാറായിരുന്നല്ലോ, അന്ന് എനിക്ക് നന്നായിട്ട് ക്ലാസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞ് പ്രസന്റ് ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ, അന്ന് എനിക്ക് നന്നായിട്ട് പാടാൻ കഴിയുമായിരുന്നല്ലോ, പിന്നെ എവിടെ പോയി എൻ്റെ കഴിവുകൾ? അങ്ങനെ നമ്മൾ സ്വയം ഒരു തിരിച്ചറിവിലേക്ക് വരണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്താണ് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഓർത്തെടുക്കാനുള്ള ഒരു അവസരം ലഭിക്കും. എന്നിട്ട് നമ്മൾ അതൊന്നും ഇങ്ങനെ എഴുതി നോക്കുക. എനിക്ക് പ്രസംഗിക്കാൻ കഴിയും, എനിക്ക് അഭിനയിക്കാൻ കഴിയും, എനിക്ക് പാടാൻ കഴിയും, എനിക്ക് നന്നായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയും. അങ്ങനെയുള്ള നമ്മുടെ കഴിവുകൾ കുറച്ചൊന്നും ഇങ്ങനെ എഴുതി നോക്കും. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയും. അങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നമ്മൾ എഴുതി വെച്ച ആഗ്രഹങ്ങൾ, സെക്കൻഡ് നമ്മൾ ആഗ്രഹങ്ങളെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്, തേർഡ് നമ്മൾ ആ സ്കിൽസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് ഈ സ്കിൽസും നമ്മൾ ഈ ഫിൽറ്റർ ചെയ്ത് വെച്ച ആഗ്രഹങ്ങളും കൂടി ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. ഈ ആഗ്രഹങ്ങളോട് മാച്ച് ആവുന്ന നമ്മുടെ സ്കിൽസും ഈ ആഗ്രഹങ്ങളും കൂടി നമ്മുടെ ഈ രണ്ടും കൂടി മുന്നോട്ട് പോയാൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ സാധിക്കും, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്ന് തോന്നുന്ന ആ കാര്യങ്ങൾ ഒന്നുകൂടി എടുത്തെഴുതുക. ആ ഒരു ബാക്കി സാധനങ്ങൾ, അതായത് നമ്മളെ ആഗ്രഹങ്ങൾ, ഫിൽറ്റർ ചെയ്ത ആഗ്രഹങ്ങളും നമ്മളെ സ്കിൽസും കൂടെ മാച്ച് ചെയ്താൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്ന് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, കൺസ്യൂം ചെയ്തെടുക്കുക. നമ്മളൊന്ന് ഷോർട്ട് ചെയ്ത് ഒരു ഷോർട്ട് ലിസ്റ്റ് ആക്കി എടുക്കുക. അങ്ങനെ നമുക്ക് അതുകൂടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായി, നാം എന്താണ് എന്ന് സ്വയം ഒരു തിരിച്ചറിവ് നമുക്ക് വരും. എനിക്ക് എന്റെ ഈ ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് ഈ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ തക്കതായ കഴിവുകളും എനിക്കുണ്ട് എന്നുള്ള ഒരു ബോധ്യം, ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വരും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ അതിലേറ്റവും നല്ല ഒരു ഗോള് തിരഞ്ഞെടുത്തുകൊണ്ട് അതിന് നമ്മളൊരു ഡെഡ് ലൈൻ വെക്കുക. 6 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇന്നതാവും. ആ ഒരു ഗോൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സെൽഫ് കൺട്രോൾ ആണ് ഗോൾ സെറ്റിംഗിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പൊ നമുക്ക് ആർക്കും ഇല്ലാതെ പോയിരിക്കുന്നത് അതാണ്. കാരണം നമ്മൾ ഒരു അലക്ഷ്യമായ ജീവിതമാണ്, മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് നമ്മൾ അങ്ങനെ ജീവിച്ചു പോവാണ്. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾക്കോ അതല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾക്കോ ഒന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇനി അതൊക്കെ അത്ര മതി, ഇനി നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതൊക്കെ 100% ശരിയാണ്. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ തന്നെയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മളെ നമ്മൾ എന്തായാലും തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞാൽ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. നമുക്ക് ഒരു 5 വർഷം കൊണ്ടോ ഒരു 3 വർഷം കൊണ്ടോ ഒക്കെ നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അവരെ നന്നായി ബഹുമാനിച്ചുകൊണ്ട്, അവരെ നന്നായി സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളെയും സ്നേഹിക്കേണ്ടത്. ഇപ്പൊ ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ പലർക്കും പല തെറ്റിദ്ധാരണകളാണ്. കാരണം സെൽഫ് ലവ് എന്ന് വെച്ചാൽ ഞാൻ എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി, എന്റെ ചുറ്റുപാടുകളെ ഒന്നും സ്നേഹിക്കേണ്ടതില്ല എന്നൊക്കെയാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതല്ല. നമ്മൾക്ക് സെൽഫ് കൺട്രോളും സെൽഫ് ലവും ഉണ്ടാവുമ്പോൾ മാത്രമേ നമ്മൾ എന്താവുള്ളൂ, നമ്മുടെ ആ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേരുള്ളൂ. അത് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവരെ നമ്മളോടൊപ്പം നിർത്തിക്കൊണ്ട് തന്നെ വേണം നമ്മുടെ ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ. അപ്പൊ നമുക്ക് ചുറ്റുഭാഗത്തു നിന്ന് നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. നമ്മളെ വീട്ടിലുള്ളവർ നമ്മളെ തിരിച്ചറിയും, നമ്മളെ മക്കൾ നമ്മളെ തിരിച്ചറിയും, നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിന് നല്ല നമ്മൾ മൈൻഡിൽ ആ ഒരു ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടി നമ്മൾ ഓരോ വർഷം നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് അന്ന് തൊട്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ആക്ഷനും തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഉണ്ടാവും. നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് അതിന്റെ വിഷൻ ബോർഡൊക്കെ ഉണ്ട്. സംഭവം ശരിയാണ്, വിഷൻ ബോർഡൊക്കെ എഴുതി വെച്ച് ക്ലിയർ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കാര്യമുണ്ടോ? നമുക്കതിങ്ങനെ എടുത്ത് നോക്കാം. അതല്ലെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വിഷൻ ബോർഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വേണം. ഓരോ വർഷത്തേക്കുമുള്ള കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വെക്കണം. 6 വർഷം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയുകയാണ്, ഞാൻ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ ആകും എന്നുള്ള ഒരു ഗോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഓരോ വർഷത്തിലും ഞാൻ എന്താവും എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഓരോ വർഷത്തിലും ഞാൻ ഇങ്ങനെ തുടങ്ങണം. ഘട്ടം സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞ ഓരോ സ്റ്റെപ്പായി നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം നമ്മുടെ ജീവിതത്തില്
ഒരു ദിവസം നേരം രാവിലെ നമ്മൾ എഴുന്നേറ്റു, അന്ന് നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ദിവസം കഴിഞ്ഞു പോവാ? രാവിലെ എഴുന്നേറ്റു, നമ്മുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ നമുക്ക് എന്ത് തോന്നും? ഞാൻ കുറച്ചേരം കൂടി കിടക്കട്ടെ, ഇന്നിപ്പോ മക്കൾക്ക് സ്കൂളൊന്നുമില്ല, കുറച്ചേരം കൂടി കിടക്കട്ടെ, കിടക്കും. കിടന്നു കഴിഞ്ഞ് നീച്ചിട്ട് പിന്നെ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോ എന്തായിരുന്നു, ഇന്നിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അങ്ങനെ ഫോൺ എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ അങ്ങനെ ഒരു ഭയങ്കര സ്ലോ ആയിട്ട് അങ്ങനെ നമുക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ നമ്മുടെ അയൽവാസി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് ചെയ്യും. നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്തത് ഒന്നുമില്ലാത്തൊരു ദിവസം നമ്മൾക്ക് എന്തായിരിക്കും? നമുക്കൊന്നും ക്രിയേറ്റിവിറ്റീവ് ആയിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ദിവസം അങ്ങനെ കടന്നു പോകും. നമ്മൾ മറ്റൊന്ന് ചിന്തിച്ചു നോക്കൂ. നാളെ ഇപ്പൊ എനിക്ക് കോഴിക്കോട് ഒരു കല്യാണമുണ്ട്, നാളെ 1 മണിയാവുമ്പോ എനിക്ക് കോഴിക്കോട് എത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഈ സാധാരണ രാവിലെ എഴുന്നേറ്റ് പിന്നെ ഒന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ഒന്ന് കിടന്നു, പിന്നെ ഒന്ന് എഴുന്നേറ്റ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾ തലേ ദിവസം തന്നെ പ്ലാനിങ് തുടങ്ങും അല്ലെ? നാളെ മക്കൾക്കൊക്കെ സ്കൂളുള്ള ദിവസമാണ്, സ്കൂളിൽ പറഞ്ഞേക്കണം, എനിക്ക് 1 മണിക്ക് കല്യാണത്തിനെത്തണം, 1 മണിക്ക് എനിക്ക് കോഴിക്കോട് കല്യാണത്തിനെത്തണം. അപ്പൊ നമ്മൾ മൈൻഡ് അതിനനുസരിച്ച് സെറ്റ് ചെയ്തു. നിസ്സാര എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഒരു ദിവസത്തെ കാര്യം, ഒരു നിസ്സാര എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. പണ്ടേ നമ്മുടെ ജീവിതത്തിൽ എടുത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് തന്നെ നമ്മൾ സെറ്റ് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ നമ്മൾ ഇന്ന് തന്നെ റെഡിയാക്കി വെക്കും. രാവിലെ അതൊക്കെ ചെയ്ത് മക്കൾക്ക് ലഞ്ചൊക്കെ റെഡിയാക്കി അവരുടെ സ്കൂളിലൊക്കെ വിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് നമ്മുടെ ആ ബസ് മിസ്സാവാതെ നമ്മൾ കറക്റ്റ് ബസ്സിന് കയറി 1 മണിക്ക് നമ്മൾ കോഴിക്കോട് എത്തും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എത്തിച്ചേർന്നത്. നമുക്ക് ആ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ട്, കറക്റ്റ് 1 മണിക്ക് എനിക്ക് കോഴിക്കോട് എത്തണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമുക്ക് എന്താണ്, നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ആളാവണം, എന്റെ മനസ്സിലുള്ള ഗോള്, എന്റെ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെയൊക്കെ ആകണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോട് കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അത് എത്തിച്ചേരും. ഉറപ്പായിട്ടും നമ്മൾ അവിടെ എത്തിച്ചേരും. നമ്മൾ നല്ല ഊർജ്ജസ്വലരായിരിക്കണം. നമ്മൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് നമ്മൾ നല്ല സെൽഫ് കൺട്രോളോട് കൂടി നമുക്ക് അതിന്റെ മാക്സിമം റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം എന്നറിയാം? നമുക്ക് നല്ല ഊർജ്ജസ്വലത വേണം. രാഷ്ട്രീയക്കാർക്ക് ആയുസ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആയുസ് കൂടുതലാണ് രാഷ്ട്രീയക്കാർക്ക്. അതിനെന്താ കാരണം? അവർ വളരെ എനർജറ്റിക് ആയിരിക്കും അല്ലെ? അവർക്ക് ഇങ്ങനെ തണുപ്പം മട്ടിൽ ഇങ്ങനെ ഇന്ന് ഞാൻ കുറച്ചേരം കൂടി ഉറങ്ങട്ടെ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കാൻ കഴിയോ? ഒരിക്കലും ഇല്ല. അവരാരും കിടക്കില്ല. അവർക്ക് ടൈം ഷെഡ്യൂൾഡ് ആണ്. ഒരു ദിവസം രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ അവർക്ക് ഷെഡ്യൂൾഡ് ആണ്. ഓരോ കാര്യങ്ങളും ടൈമിംഗ് ആണ്. 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 10 മണിക്ക് ഒരു പാലം ഉദ്ഘാടനം, 12 മണിക്ക് കെട്ടിട ഉദ്ഘാടനം, പിന്നെ വൈകുന്നേരം 4 മണിക്ക് പൊതുയോഗം, പിന്നെ പൊതുസമ്മേളനം, അത് പാർട്ടി മീറ്റിംഗ്. അങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ അവർക്ക് പല പല കാര്യങ്ങൾ ഷെഡ്യൂൾഡ് ടൈമായിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്തില്ല? അവർക്ക് ചിന്തിക്കാൻ സമയമില്ല. എനിക്ക് റെസ്റ്റ് ഇല്ലല്ലോ എന്ന് ആലോചിക്കാൻ കൂടി സമയമില്ല. അങ്ങനെ എനർജറ്റിക്കായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയക്കാർക്ക് ആയുസ് കൂടുന്നത്. നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് സമയം കളഞ്ഞ് ടെൻഷനായി ഡിപ്രഷനായി അങ്ങനെ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നു. ഒരാവശ്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനൊന്നും സമയമില്ല. ഡിപ്രഷൻ അടിച്ച് മൂലക്കരിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഇല്ല. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, അതൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ആ ഗോളിലേക്ക് നമുക്ക് എത്തണ്ടേ? അതിന് നമ്മൾ നിരന്തരം ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു ദിവസത്തിന്റെ 24 മണിക്കൂറൊന്നും മതിയാവൂല. അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കണം. ആരും എനിക്കിനി സ്വപ്നങ്ങളില്ല, എനിക്കിനി ആഗ്രഹങ്ങളില്ല, എന്റെ കാലം കഴിഞ്ഞു എന്നുള്ള ആ ഒരു പറച്ചിൽ ഇനി ആരും പറയണ്ട. ആരെ കാലം കഴിഞ്ഞിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമ്മൾ അറിയാത്ത ഒരു നമ്മളുണ്ട്. ആ നമ്മളെ നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞ പോലെ ഗോൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെ എഴുതുക ഒരു പേപ്പറിൽ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് നമ്മൾ അതൊന്ന് ഫിൽട്ടർ ചെയ്യുക. ഫിൽട്ടർ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിൽസ് എന്താണെന്ന് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഒരു പക്ഷേ സ്കിൽസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക്
ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ ചെറുപ്പകാലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അന്ന് നമുക്കുണ്ടായിരുന്ന കഴിവുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. ആ കഴിവുകൾ ഇന്നും എനിക്കുണ്ട്. പക്ഷെ ഞാനത് ഉപയോഗിക്കാതെ തുരുമ്പ് പിടിച്ച് എന്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട്. അതിനെ ഞാനൊന്ന് എടുത്ത് കഴുകി തുടച്ച് പോളിഷ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു പണിയെ ഞാൻ എടുക്കേണ്ടതുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഗോൾ എന്താണ്, ഞാൻ എന്താകണം, എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹത്തിലേക്ക് എനിക്ക് ഇനി എത്തിച്ചേരാൻ കഴിയുമോ? കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ എത്തി ഒരു ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് നമ്മൾ അതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾ എത്തിച്ചേരും. നമ്മുടെ മക്കൾ, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾ, കൗമാരക്കാരായ മക്കളാണ് നമ്മൾ ആളുകൾ, അവർ ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കണം. അല്ലെങ്കിൽ അവരും നമ്മളെ പോലെ ആയിപ്പോവും. കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവരുത്. അവര് SSLC +2 ഒക്കെ കഴിയുമ്പോൾ ഇപ്പൊ അവര് ഒരു ഫുൾ A+ വേണ്ടി അവർ ശ്രമിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഒരു വർഷം മുഴുവൻ അവർ പിന്നെ 9ാം ക്ലാസ് 9th സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ തന്നെ ട്യൂഷന് പോയി തുടങ്ങി എനിക്ക് അവർ A+ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പഠിച്ച് വിജയിച്ച മക്കളായിരിക്കും. ആ മക്കൾക്ക് അവർ ഭാവിയിൽ എന്താകണം എന്നുള്ളത് അവരെ തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ കഴിവുകൾ തിരിച്ചറിയാനുള്ള സപ്പോർട്ട് രക്ഷിതാക്കളായ നമ്മുടെ അടുത്ത് നിന്നുണ്ടായിരിക്കണം. നമ്മൾ പറയുന്നതല്ല നമ്മുടെ മക്കളാവേണ്ടത്. ഫുൾ A+ കിട്ടിയ ഒരാളെ ഡോക്ടറാക്കും എന്ന് ഞാൻ വിചാരിച്ചാൽ അവന്റെ ഉള്ളിൽ ചിലപ്പോൾ ആ ഡോക്ടർ ഉണ്ടാവുകയില്ല. അവന്റെ ഉള്ളിൽ എന്താണോ എന്ന് തിരിച്ചറിഞ്ഞ് അവൻ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 6 വർഷമോ 7 വർഷമോ കഴിഞ്ഞ് സ്റ്റെതസ്കോപ്പ് ഇട്ട് നിൽക്കുന്ന അവനെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ +2 കഴിഞ്ഞ കാലം മുതലുള്ള ഓരോ വർഷത്തേക്കും അവന്റെ ആഗ്രഹങ്ങളെ സ്പ്ലിറ്റാക്കി വെച്ചുകൊണ്ട് അവനോട് ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്ക് ഓരോ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മൾ വിചാരിച്ച ഒരു കാര്യം അത് നമുക്ക് നടക്കും, നമ്മൾ നല്ലൊരു വീടുണ്ടാക്കും എന്നൊരു സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ കിടന്നുറങ്ങിയാൽ 1, 2, 3, 4 വർഷങ്ങൾ അങ്ങനെ കഴിയും, ഇടാവില്ല. പക്ഷെ ആ വീട് വരുമ്പോൾ ആ ഒരു ആഗ്രഹത്തിന് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഗോളാക്കി മാറ്റിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള ലക്ഷ്യം നമ്മൾ എടുത്തു തുടങ്ങും. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആ ഒരു സ്വപ്ന ഭവനം നമുക്കാവും. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളെ തിരിച്ചറിയണം അല്ലെ. നമ്മൾ സെൽഫ് കൺട്രോളും സെൽഫ് ലവും നമുക്ക് വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടിനെയും നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് നമുക്ക് അനുകൂലമായി വരും. തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായി വരും. അങ്ങനെ നമ്മൾ നമ്മുടെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് അത് ഞാൻ എത്തിച്ചേരും. ഇപ്പൊ നമുക്ക് നല്ല ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി പോവുകയാണ്. നടന്നിങ്ങനെ പോകുമ്പോൾ നമ്മൾ അവിടെ ഒരു സ്റ്റെപ്പ് കണ്ടു, മേലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ഒരു സ്റ്റെപ്പ് കണ്ടു. കയറി ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുവോ ഇനിയിപ്പോ ആ സ്റ്റെപ്പൊന്നും കയറാൻ വയ്യ എന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു പോരൂല. കാരണം അതിന്റെ അപ്പുറത്തുള്ള ആ ഒരു പരിപാടി നമുക്ക് അത്രക്കും, ആ പ്രോഗ്രാമിൽ എത്തിച്ചേരാൻ നമുക്ക് അത്രക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നത് പോലെ ഈ പടികൾ ഓരോന്നോരോ കയറി നമ്മൾ അപ്പുറത്തെത്താൻ ശ്രമിക്കും. കാരണം നമ്മുടെ ആഗ്രഹം അത്ര വലുതാണ്. അപ്പുറത്തുള്ള ആ ഒരു പ്രോഗ്രാം അതെനിക്ക് കാണണം, അതെന്റെ ലക്ഷ്യമാണ്, ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തണം എന്ന് വിചാരിച്ചാൽ ഈ പടികൾ നമുക്ക് ഒരിക്കലും ഒരു തടസ്സമാകും. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വരും നമ്മുടെ ഗോളിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ ആ തടസ്സങ്ങളെ അതിന്റെ എല്ലാം അപ്പുറത്താണ് ഞാൻ 6 വർഷം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്റെ ഗോള്. എനിക്ക് ഇതിനേക്കാളൊക്കെ, ഈ തടസ്സങ്ങളെക്കാളൊക്കെ എനിക്ക് പ്രാധാന്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തടസ്സങ്ങളെ നമ്മൾ നിസ്സാരമാക്കി കണ്ടാൽ ആ തടസ്സങ്ങൾ നമുക്ക് ലഘുവായി മാറും. അത് നമുക്ക് വഴി തുറന്ന് കിട്ടുന്ന തടസ്സങ്ങളായിരിക്കും. അത് നമുക്ക് മാറ്റാൻ കഴിയാത്ത തടസ്സങ്ങളൊന്നും നമ്മുടെ ഗോൾ സെറ്റിങ്ങിലേക്ക് നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാവില്ല. കാരണം അത് നമ്മുടെ മൈൻഡാണ് ആ ഒരു തടസ്സത്തെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നമ്മുടെ മനസ്സാണ്. എനിക്കിനി കഴിയില്ല, കഴിഞ്ഞു തോന്നിയോ എന്നാ പിന്നെ കഴിയില്ല. പോസിറ്റീവ് എനർജി എപ്പോഴും നമ്മൾ കൊണ്ടുവരും. നെഗറ്റീവ് എനർജി കളയാം. അപ്പോ പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, APJ അബ്ദുൽ കലാം പറഞ്ഞ ആ വാക്കുകളാണ്. അതായത് നമ്മൾ എപ്പോഴും സ്വപ്നങ്ങൾ കാണണം, എന്നാൽ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം. നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ. ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നങ്ങൾ കാണാൻ നല്ല സുഖമാണ് അല്ലെ. പക്ഷേ നമ്മുടെ
നമ്മുടെ സ്വപ്നങ്ങൾ കണ്ടാൽ ആ സ്വപ്നങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കണം. കാരണം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ, ആ ഒരു സ്വപ്നത്തിലേക്ക് പറന്ന് എത്താൻ എനിക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള നല്ല നല്ല സ്വപ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയണം. അത്തരം സ്വപ്നങ്ങൾ കണ്ട് അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളൊരു ഡെഡ് ലൈൻ വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് എത്താൻ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഗുഡ് ലക്ക്. നോക്കണം, നമുക്ക് ആ സാധനം മാറ്റി വെച്ചിട്ട് കുറച്ച് ശ്രദ്ധിക്കും. നീയായിട്ട് തന്നെ കുറച്ചൊരു ടൈം ടേബിൾ എടുത്ത് ഇത്ര സമയം ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് രക്ഷയില്ല. എങ്ങനെ മെസ്സേജ് ഉണ്ട്